ഇപ്പൊ എന്ത് തോന്നുന്നു? അവരൊക്കെ ഇപ്പൊ വണ്ടി എടുത്ത് തുടങ്ങി. 38,000. അപ്പോൾ പെട്രോൾ ഇതിന് പകരം പെട്രോൾ വണ്ടി ആയിരുന്നെങ്കിലോ എന്നുള്ളതാണ് ചോദ്യം. എങ്കിൽ ഞാൻ ഒരിക്കലും ഈ 1,38,000 അല്ലെങ്കിൽ ഒരു 80% ചാർജ് ഉണ്ടെങ്കിൽ നമുക്ക് ഓടിയെത്താൻ പറ്റും. പക്ഷേ എൻ്റെ കയ്യിൽ ഒരു 60% ചാർജ് ഉണ്ടായിരുന്നുള്ളൂ. നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഇപ്പം കന്യാകുമാരിയുടെ അടുത്താണ് നിൽക്കുന്നത്. അവിടെ ശൈലേന്ദ്രൻ ചേട്ടൻ്റെ 1,38,000 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞ നെക്സോൺ EVയുടെ ഒരു റിവ്യൂ എടുക്കാനായിട്ട് വന്നതാണ്. അപ്പം നമുക്ക് അദ്ദേഹത്തെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യാം. അപ്പം ചേട്ടാ, ചാനലിലേക്ക് സ്വാഗതം. നമസ്കാരം. ഓക്കെ, എങ്ങനെയാണ് EVയിലോട്ടുള്ള ഒരു വരവ്? EVയിലോട്ടുള്ള വരവ് ഒരു 2018 EV ഇറങ്ങുന്നത്. അപ്പോൾ 2018 മുതൽ ഞാൻ ഈ EVയെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് 2022 ആയപ്പോൾ ഇതിലേക്ക് എത്തിച്ചേർന്നു. ഓക്കെ. അപ്പോൾ എൻ്റെ അടുത്ത് EV എടുക്കുന്നതിനെക്കുറിച്ച് ആരും തന്നെ പോസിറ്റീവായിട്ടൊരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. ചോദിച്ച എല്ലാ ആൾക്കാരും നെഗറ്റീവായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വണ്ടി എടുത്തിട്ടുള്ള ഒരു 3-4 കണ്ട് ഞാൻ സംസാരിച്ചിരുന്നു. അപ്പോൾ അവരെല്ലാവരും പോസിറ്റീവായിട്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ പ്രധാനമായിട്ടും നോക്കിയത് നമുക്ക് ഫ്യൂവൽ കോസ്റ്റാണ്. അതിൽ 100% 100% സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ. ഇപ്പോൾ 1,38,000 കിലോമീറ്റർ ഓടി. ഇപ്പം നേരത്തെ ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് പറഞ്ഞിട്ടുള്ള ആൾക്കാരുടെയൊക്കെ ഒരു ഇപ്പം എന്ത് തോന്നുന്നു? അവരൊക്കെ ഇപ്പോൾ വണ്ടി എടുത്ത് തുടങ്ങി. അന്ന് ഈ വാഹനത്തെക്കുറിച്ച് മോശമായ അഭിപ്രായങ്ങൾ പറഞ്ഞ ആൾക്കാരെല്ലാം ഇപ്പോൾ EVയിലോട്ട് മാറിക്കഴിഞ്ഞു. അത് ഇൻക്ലൂഡിങ് BMW ബെൻസും ഉണ്ടായിരുന്ന നമ്മുടെ ഒരു സുഹൃത്തുണ്ട്. അദ്ദേഹം പോലും ഇപ്പോൾ EVയിലോട്ട് മാറിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ BMWയിൽ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് നന്നായിട്ട് നടുവേദന ഉണ്ടായിരുന്നു. ആ നടുവേദന EVയിലേക്ക് മാറിയപ്പം നടുവേദന പൂർണ്ണമായിട്ട് മാറിയെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇപ്പം ഫുൾ ടൈം അദ്ദേഹത്തിൻ്റെ യാത്ര പോലും EVയിലാണ്. പൊതുവേ നല്ല ഒരു ഇതാട്ടെ. കാരണം ഞാൻ ഒരു റിവ്യൂ കഴിഞ്ഞ ദിവസം എടുത്തിടത്തും അവർക്കും ബെൻസ് കാറുണ്ട്. അവർ പക്ഷെ കൂടുതലായിട്ട് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നെക്സോണിലാണ്. നെക്സോൺ EV ആണ് അവർ ഉപയോഗിക്കുന്നത്. പക്ഷെ ആകെയുള്ള ഒരു നെഗറ്റീവ് വന്നിട്ടുള്ളത് സർവീസ് സെൻ്ററിൻ്റെ ഭാഗത്തുനിന്ന് മാത്രം. സർവീസ് സെൻ്ററിൻ്റെ ഭാഗത്തുനിന്ന് വളരെ പാളിച്ചകളുണ്ട്. ടാറ്റയെ സംബന്ധിച്ചാണ് അത് ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത്. എന്നാൽ MGയെ സംബന്ധിച്ചോ അല്ലെങ്കിൽ മഹേന്ദ്രയെ സംബന്ധിച്ചോ അത്ര വലിയ പരാതികളില്ല. BYDയെ സംബന്ധിച്ച് ഒരു പരാതിയില്ല. അപ്പം ഇന്നും പെർഫെക്റ്റായിട്ട് നമുക്കൊരു 500 കിലോമീറ്റർ യാത്ര ചെയ്യാൻ പറ്റുന്നൊരു വാഹനം എന്ന് പറയുന്നത് ചൈനക്കാരൻ്റെ വണ്ടിയായിട്ടുള്ള BYD ആണ്. നമുക്ക് ഒറ്റ ചാർജിൽ 500 കിലോമീറ്റർ ഓടാം. BYD EV6 ഇപ്പോൾ അറ്റോ 3 വന്നിട്ടുണ്ട്. പക്ഷേ അതിന് ഒരു ഡിഫക്റ്റ് ഞാൻ കാണുന്നത് അറ്റോ 3യിൽ അവർ 1,60,000 കിലോമീറ്ററാണ് വാറണ്ടി. എന്നാൽ EV6ൽ 5 ലക്ഷം കിലോമീറ്റർ നമുക്ക് വാറണ്ടി ഉണ്ട്. അതുപോലെ ഈ എല്ലാ EVകളും ഇപ്പോൾ ഈ 1,60,000 കിലോമീറ്റർ ലിമിറ്റ് മാറി ഒരു 3 ലക്ഷം അല്ലാന്നുണ്ടെങ്കിൽ ഒരു 4 ലക്ഷം കിലോമീറ്ററെങ്കിലും വാറണ്ടി കൊടുക്കാമെന്നുണ്ടെങ്കിൽ ഇന്ന് ഇറങ്ങുന്ന പെട്രോൾ ഡീസൽ വാഹനങ്ങളിൽ നേരെ പകുതി ഒരു വർഷത്തിനകത്ത് EVയിലേക്ക് മാറുമെന്നുള്ള ഒരു സംശയമില്ല. ഓക്കെ.
കാരണം ഇപ്പം ഞാൻ ചിന്തിക്കുന്നത് സാധാരണ 1,60,000 എന്ന് പറയുമ്പോൾ നമുക്ക് അത്രയും കിടക്കയല്ലേ, 8 വർഷമാണ് ഒരു വാറണ്ടി. അതുകൊണ്ട് നമുക്ക് 8 വർഷം 10 വർഷം ഓടാനാണ്. പക്ഷേ ഞാനിപ്പോൾ ചിന്തിക്കുന്നത് ഈ 160 ശേഷം ഈ വാഹനം എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ്. കാരണം വാറണ്ടി കട്ടാവുന്നു. വാറണ്ടി കട്ടായതിനു ശേഷം ഈ വാഹനം എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത്. ഓക്കെ, 1,38,000 കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇപ്പോൾ ഒരു പെട്രോൾ വണ്ടി ആയിരുന്നുണ്ടല്ലേ, അത് രണ്ടും കൂടെ ഒന്ന് കമ്പാരിസൺ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? എനിക്ക് പെട്രോൾ വണ്ടി ഓൾറെഡി ഉണ്ട്. പെട്രോൾ വണ്ടി ഞാൻ ഇപ്പോൾ കിടക്കുന്ന വണ്ടി 4,80,000 കിലോമീറ്റർ ഓടിയ വണ്ടി, ഇതുവരെ എഞ്ചിൻ പണിയൊന്നും ആയിട്ടില്ല. അത്തരത്തിലൊരു വണ്ടി എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. ഞാൻ 2001 മുതൽ 4 വീലറാണ് ഉപയോഗിക്കുന്നത്. അതിൽ ആദ്യം തുടങ്ങിയത് മാരുതിയുടെ ആൾട്ടോയിലായിരുന്നു, പിന്നീട് ആക്സെൻറ്റിൽ വന്നു. അതിനുശേഷം പിന്നെ ഞാനൊരു ഇയോൺ എടുത്തു. പിന്നെ അതും കഴിഞ്ഞിട്ടാണ് ഞാൻ 4ാമത്തെ വാഹനമാണ് നമ്മുടെ EV എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ 1:38 ഓടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എത്ര പെട്ടെന്ന് ഓടി എത്തിയെന്നുള്ള കാര്യം ഞാൻ തന്നെ അറിഞ്ഞിട്ടില്ല. ഒന്ന്. രണ്ടെന്ന് പറയുന്നത് നമുക്കിതിൽ ഫ്യൂൽ കോസ്റ്റ് വരാത്തതുകൊണ്ട് നമുക്കിപ്പോൾ 2 വീലർ ഉപയോഗിച്ച് യാത്ര ചെയ്യേണ്ട സ്ഥലങ്ങളിൽ പോലും ഞാൻ 4 വീലറിലാണ് യാത്ര ചെയ്യുന്നത്. കാരണം 2 വീലർ യാത്ര ചെയ്ത് പോകുന്നതിന് 1 കിലോമീറ്റർ ഓടുന്നതിന് നമുക്ക് 3 രൂപ ചിലവ് വരുന്നുണ്ട്. പക്ഷേ എനിക്ക് EVയിൽ ഓടണമെന്നുണ്ടെങ്കിൽ 75 പൈസ ചിലവ് വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ EVയിലാണ് എൻ്റെ യാത്ര പൂർണ്ണമായിട്ട്. അപ്പോൾ ഇതിന് പകരം പെട്രോൾ വണ്ടി ആയിരുന്നെങ്കിലോ എന്നുള്ളതാണ് ചോദ്യം. എങ്കിൽ ഞാൻ ഒരിക്കലും ഈ 1,38,000 അപ്പോൾ ഇതിന് പകരം പെട്രോൾ വണ്ടി ആയിരുന്നെങ്കിലോ എന്നുള്ളതാണ് ചോദ്യം. എങ്കിൽ ഞാൻ ഒരിക്കലും ഈ 1,38,000 ഈ 1,38,000 കിലോമീറ്റർ സപ്പോസ് ഇത് പെട്രോൾ വണ്ടി ആയിരുന്നെങ്കിൽ ഇത്ര നാളുകൊണ്ട് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് ഞാൻ ഇത് നെക്സോൺ പെട്രോളിൻ്റെയോ അല്ലെങ്കിൽ ഡീസലിൻ്റെയോ വാഹനം ആയിരുന്നെന്നുണ്ടെങ്കിൽ ഈ വാഹനം വെറും 38,000 കിലോമീറ്റർ ഓടും. കാരണം ഡെയിലി പോക്കറ്റിൽ നിന്ന് കാശ് ഇറങ്ങുമ്പോഴത്തേക്കും മാത്രമേ നമുക്കതിൻ്റെ ഒരു വേദന അറിയാൻ പറ്റൂ. ഇതിപ്പം നമുക്ക് ഫ്യൂൽ കോസ്റ്റ് ഇല്ലാത്ത കാരണം നമ്മൾ ചുമ്മാ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഡൽഹി വരെ പോയി, ഇനി അടുത്ത് നേപ്പാളിലാണ് പോകാൻ പോണത്. അവിടുന്ന് ഭൂട്ടാനിൽ പോകണമെന്നുണ്ട്. പിന്നെ ഗോവയ്ക്ക് പോയി, മുംബൈക്ക് പോയി, ചെന്നൈക്ക് പോയി, ബാംഗ്ലൂർ പോയി, ദക്ഷിണേന്ത്യ ഏകദേശം എല്ലാം കറങ്ങിയിട്ടുണ്ട്. ഇനി കാശ്മീരുണ്ട്, അങ്ങോട്ട് പോകാനുള്ള പരിപാടിയിലാണ്. ഓക്കെ, ഇപ്പം പിന്നെ ട്രിപ്പ് പോകുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു പ്ലാനിങ് EV ആയതുകൊണ്ട് പ്രത്യേകിച്ച് എന്തൊക്കെ മുൻകരുതലുകൾ നമുക്ക് ഒന്ന്, നമ്മുടെ ഉപയോഗിക്കുന്ന ഒരു ഫോൺ കൊണ്ട് നമുക്കൊരു യാത്ര ചെയ്യാൻ പറ്റില്ല. 2 ഫോൺ, അതായത് പ്ലഗ് ഷെയർ ആപ്പ് നമ്മൾ നോക്കുന്നതിനും നമ്മുടെ ചാർജിങ് സ്റ്റേഷനുകൾ അവൈലബിൾ ആണെന്നോ അറിയുന്നതിനും വേണ്ടിയിട്ട് ഒരു എക്സ്ട്രാ ഫോൺ ഒരെണ്ണം ഉണ്ടാവണം. പിന്നെ ഏതൊക്കെ ചാർജിങ് കമ്പനികളാണ് ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നതെന്ന് നമ്മൾ പ്രത്യേകം പഠിച്ചിരിക്കണം. ഈ കമ്പനികളുടെ ഈ ചാർജിങ് സ്റ്റേഷനുകളെല്ലാം വർക്കിംഗ് ആണോ എന്നുള്ളതും അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇത് പഠിച്ചിട്ട് വേണം നമ്മൾ യാത്ര തുടങ്ങാൻ. ഇത് EVയുടെ പ്രധാനപ്പെട്ട ഒരു 1ാമത്തെ കാര്യമാണ്. 2ാമത്തെ കാര്യം എന്ന് പറയുന്നത് മൊബൈൽ ടെക്നോളജി കുറച്ചെങ്കിലുമൊക്കെ നമ്മൾ അറിവുള്ളവർക്ക് മാത്രമേ EVയിൽ യാത്ര ചെയ്യാൻ പറ്റൂ. കാരണം കേരളത്തിൽ നമ്മൾ ഇന്ന് സുലഭമായിട്ട് നമുക്ക് ലഭിക്കുന്ന ചാർജിങ് സ്റ്റേഷനുകൾ ചാർജ് മോഡും ബോയിസിയാണ്. അതുപോലെ തന്നെ ഇവോക്കും ഉണ്ട്, പിന്നെ ആർലെക്സ് ഉണ്ട്, പിന്നെ അതുകൂടാതെ സിയോൺ ഉണ്ട്. പക്ഷേ നമ്മൾ തമിഴ്നാട്ടിലേക്ക് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിയോണും ടാറ്റയും പിന്നെ അതുപോലെ BPCLുമാണ് അങ്ങോട്ട് കിട്ടുന്നത്. കർണാടകയിൽ എത്തിക്കഴിഞ്ഞാൽ ജിയോ BPയും ടാറ്റയും BPCLും. പിന്നെയുള്ള എല്ലാ സ്റ്റേറ്റുകളിലും ജിയോ BP, ടാറ്റ, BPCL 3 കമ്പനികളെ ആശ്രയിച്ച് വേണം നമുക്ക് യാത്ര മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ചില സ്ഥലങ്ങളിൽ ഇതുകൂടാതെ തന്നെ നമ്മുടെ ചാർജിങ് പാർട്ട്നേഴ്സ് ഉണ്ട്, ചാർജ് സോണുണ്ട്, പിന്നെ നമ്മുടെ ഒത്തിരി കമ്പനികളുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ആപ്പുകൾ നമ്മൾ അതാത് സ്റ്റേഷനിൽ ചെന്നിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് അവരുടെ വാലറ്റിലേക്ക് കാശ് ആഡ് ചെയ്ത് അതിൽ നിന്നും ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അറിവ് നമുക്കുണ്ടായിരിക്കണം.
ബേസിക് നോളജ്, ആ ഒരു ബേസിക് നോളജ്, മൊബൈലിനെ കുറിച്ചും നമ്മുടെ വാലറ്റിൽ കാശിടുന്നതിനെ കുറിച്ചുള്ള ബേസിക് നോളജ് നമുക്കിതിലുണ്ടെങ്കിൽ മാത്രമേ യാത്ര മുന്നോട്ട് പോകും. ഓൾറെഡി ചാർജിങ് സ്റ്റേഷനുകളിൽ പോകുമ്പോഴത്തേക്ക് എന്തൊക്കെ കാര്യങ്ങൾ മുൻകരുതലുകൾ പറഞ്ഞു, എങ്ങനെ ഇത് പോകണമെന്നുള്ളത്. രണ്ടാമത് ചാർജിങ്ങിൻ്റെ ഒരു ഇത് വണ്ടി ലോങ് ഡിസ്റ്റൻസ് കവർ ചെയ്യുമ്പോഴത്തേക്ക് ഒരു സ്പീഡൊക്കെ എങ്ങനെയാണ്, അത് സ്പീഡ് ലിമിറ്റും കാര്യങ്ങളും എങ്ങനെ വേണം? സ്പീഡ് ലിമിറ്റ് നമ്മുടെ ഈ EVയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, സാധാരണ പെട്രോൾ ഡീസൽ വാഹനങ്ങൾ നമ്മൾ 5ാമത്തെ ഗിയറിൽ നമ്മുടെ സ്പീഡിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നല്ല മൈലേജ് കിട്ടുമെന്നാണ് പറയാറുള്ളത്. പക്ഷെ നമ്മുടെ EVയെ സംബന്ധിച്ച് നമുക്കൊരു 80 കിലോമീറ്റർ സ്പീഡിൽ ആണെന്നുണ്ടെങ്കിൽ കമ്പനി പറയുന്നത് 350 ആണെങ്കിൽ നമുക്കൊരു 200 കിലോമീറ്റർ കവർ ചെയ്യാൻ പറ്റും. അതായത് ഇപ്പം നെക്സോൺ, ഇപ്പോൾ ഈ പ്രൈം 320 കമ്പനി പറയുന്നത്. 80 കിലോമീറ്റർ സ്പീഡിലാണ് നമ്മുടെ വണ്ടി ഓടുന്നതെങ്കിൽ നമുക്ക് 200 കിലോമീറ്റർ നമുക്ക് കവർ ചെയ്യാം. അതേപക്ഷെ 100 കിലോമീറ്റർ സ്പീഡിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നതാണെങ്കിൽ ഒരു 150 കിലോമീറ്റർ നമുക്ക് ഓടാൻ പറ്റും. അതൊരു 120 കിലോമീറ്റർ സ്പീഡാണെന്നുണ്ടെങ്കിൽ വീണ്ടും താഴേക്ക് പോകും, 125 നമുക്ക് ഓടാൻ പറ്റും ഒരു ഫുൾ ചാർജിൽ. എന്നാലും നമ്മൾ 60 കിലോമീറ്റർ സ്പീഡാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 250 വരെ ഓടാം. 40 കിലോമീറ്റർ സ്പീഡാണെന്നുണ്ടെങ്കിൽ 300 കിലോമീറ്റർ ഓടാം. ഞാനങ്ങനെ 308 കിലോമീറ്റർ വരെ ഈ വണ്ടിയിൽ ഓടിയിട്ടുണ്ട്. 308 കിലോമീറ്റർ വരെ ഞാൻ ഈ വണ്ടിയിൽ ഓടിയിട്ടുണ്ട്. അതായത് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് മധുര, തമിഴ്നാട് മധുരയിൽ പോകുമ്പോഴത്തേക്ക് ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ രാജപാളയം എന്ന് പറയുന്ന സ്ഥലത്ത് റിലാക്സിൻ്റെ ചാർജ് സ്റ്റേഷൻ ഉണ്ട്. അവിടെ നിന്ന് ചാർജ് ചെയ്തിട്ട് ഞാൻ പോകുന്നു. വൈകുന്നേരം ഞാൻ മധുരയിൽ നിന്ന് ഫുൾ ചാർജ് ചെയ്ത് വാഹനത്തിൽ യാത്ര തുടങ്ങി. തിരിച്ച് ഇതേ രാജപാളയത്ത് ഒന്ന് ചാർജ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ രാത്രി 8 മണിക്ക് അത് മെഷീൻ ഫെയിലറായിരുന്നു. അപ്പോൾ ചാർജ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് കണ്ട് എൻ്റെ വീട്ടിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ 180 കിലോമീറ്ററുടെ യാത്ര ചെയ്യണം. അപ്പോൾ 180 കിലോമീറ്റർ യാത്ര ചെയ്യാൻ നമുക്ക് ഏകദേശം ഒരു 70% അല്ലെങ്കിൽ ഒരു 80% ചാർജ് ഉണ്ടെങ്കിൽ നമുക്ക് ഓടിയെത്താൻ പറ്റും. പക്ഷേ എൻ്റെ കയ്യിൽ ഒരു 60% ചാർജ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ വണ്ടിയുടെ മൈലേജും കൂടെ അറിയാൻ കണക്കാക്കി ഞാൻ ഓടാൻ തീരുമാനിച്ചു. ഞാൻ 30 കിലോമീറ്റർ സ്പീഡ് മുതൽ 40 കിലോമീറ്റർ സ്പീഡ് വരെ ഞാൻ എടുത്ത് ഓടി ഞാൻ വീടെത്തുമ്പോൾ 6% ചാർജ് ബാലൻസും ഉണ്ട്. 308 കിലോമീറ്റർ ഞാൻ സഞ്ചരിക്കുകയും ചെയ്തു. പക്ഷേ രാത്രി 11 മണിക്ക് വീടെത്തേണ്ട ഞാൻ രാവിലെ 3 മണിക്കാണ് എത്തിയത്. സമയം കൂടുതലെടുത്തു. അപ്പം നമ്മൾ ഏറ്റവും കുറഞ്ഞ സ്പീഡിലാണ് ഓടണമെന്നുണ്ടെങ്കിൽ കമ്പനി പറയുന്ന മൈലേജ് നമുക്ക് കവർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അത് നല്ലൊരു പോയിന്റ് ആയിരുന്നു. കാരണം എല്ലാവർക്കും ഉള്ള ഒരു പരാതിയാണ്, ഇപ്പം 320 പറയുന്നിടത്ത് ഏകദേശം 200 കിട്ടുന്നുള്ളൂ, അല്ല 180 കിട്ടുന്നെന്ന് ഒത്തിരി പരക്കൊരു അഭിപ്രായം പറഞ്ഞത്. പക്ഷേ ഇങ്ങനെ നമ്മുടെ ഡ്രൈവിംഗ് ഹാബിറ്റ് അനുസരിച്ചാണ് മൈലേജ് കിട്ടുന്നത്. ഇത് ഞാൻ ഈ ഒരു ഡ്രൈവിങ്ങിൽ മാത്രമല്ല, ഒരു 287 കിലോമീറ്റർ ഓടിയ ഒരു ചരിത്രമുണ്ട്. 287. അതായത് ഇവിടെ നിന്ന് നമ്മൾ ഡൽഹിക്ക് പോകുന്ന നേരം നമുക്ക് ചാർജിങ് ബുദ്ധിമുട്ടുണ്ടായില്ല. നമ്മൾ ഡൽഹിയിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിക്ക് മധ്യപ്രദേശിലെ സാഗർ എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിൽ, ആ ഡിസ്ട്രിക്റ്റ് മുതൽ മഹാരാഷ്ട്രയിലെ നാഗ്പൂർ എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റ് വരെ ഏകദേശം 340 കിലോമീറ്റർ ഉണ്ട്. ഇതിനിടയ്ക്ക് 3 ചാർജിങ് സ്റ്റേഷൻ ഉണ്ട്. 3 BPCLാണ്. പക്ഷേ ഈ പ്ലഗ് ഷെയറിൽ നമുക്ക് അതിൽ 2 വർക്കിംഗ് അല്ല എന്ന് കാണിച്ചിട്ടുണ്ട്. 1 വർക്കിംഗ് ആയിട്ടുള്ളൂ. അപ്പോൾ അവിടെ നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ 6 മണിക്ക്, വൈകുന്നേരം 6 മണിക്ക് ശേഷമാണെന്നുണ്ടെങ്കിൽ ചാർജിങ് അവിടെ നടക്കത്തില്ല. കാരണം വോൾട്ടേജ് പ്രോബ്ലം ഉള്ള ഏരിയ കൊണ്ട് ചാർജ് ചെയ്യാൻ സമ്മതിക്കില്ല. പിന്നെ രാത്രി 12 മണിക്ക് ശേഷം മാത്രമേ വോൾട്ടേജ് വരുള്ളൂ. അതിനുശേഷം ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിനിടയ്ക്കുള്ള സമയത്താണ് നമ്മൾ അതുവഴി പാസ് ചെയ്യണത്. അപ്പോൾ നമുക്ക് ചാർജ് കിട്ടൂല എന്നുള്ളൊരു ഉറപ്പാണ്. അപ്പോൾ ചെയ്യാവുന്ന അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് 65 കിലോമീറ്റർ ഓടുമ്പോൾ വീണ്ടും ഒരു ചാർജിങ് സ്റ്റേഷൻ നമുക്ക് മുന്നിൽ വരുന്നുണ്ട്. അത് ഗോയിസിയുടെയാണ്. അപ്പോൾ ദൂരൈ എന്ന് പറയുന്ന സ്ഥലത്ത് സാഗറിൽ നിന്നും 65 കിലോമീറ്റർ, സാഗറിൽ നിന്ന് നമ്മൾ ഫുൾ ചാർജ് ചെയ്തു, എന്നിട്ട് 65 കിലോമീറ്റർ ഓടിയിട്ട് വീണ്ടും ഒന്നുകൂടെ ചാർജ് ചെയ്തു. അപ്പോഴത്തേക്കും നമുക്ക് പിന്നെ അടുത്ത് നാഗ്പൂർ എത്തേണ്ട കിലോമീറ്റർ എന്ന് പറയുന്നത് 279 കുറഞ്ഞു. അപ്പം 308 വരെ ഓടി എനിക്കൊരു പരിചയം ഉള്ളത് കൊണ്ട് 300 കടക്കാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അപ്പോൾ എന്ത് ചെയ്തു, അന്ന് ആ മധുരയിൽ നിന്ന് വീട് വരെ എത്തുന്ന ആ മെത്തേഡ് തന്നെ അവിടെയും ഉപയോഗിച്ചു. നമ്മൾ 4 പേരുണ്ട്. ഇദ്ദേഹം എൻ്റെ സുഹൃത്താണ്. ഇദ്ദേഹവും ഡ്രൈവിങ്ങിൻ്റെ ഭാഗമായി. അങ്ങനെ നമ്മൾ 40 കിലോമീറ്റർ സ്പീഡ് മുതൽ 50 കിലോമീറ്റർ സ്പീഡ് വരെ എക്സ്പ്രസ് ഹൈവേ, ഇതേ ഈ കാണുന്ന എക്സ്പ്രസ് ഹൈവേ പോലത്തെ ഒരു എക്സ്പ്രസ് ഹൈവേയുടെ നമ്മൾ വണ്ടി ഓടി. പക്ഷെ നമ്മളെ ഓവർടേക്ക് ചെയ്ത് പോയത് കാളവണ്ടി, കുതിരവണ്ടി, സൈക്കിൾ റിക്ഷ വരെ നമ്മൾ ഓവർടേക്ക് ചെയ്ത് പോയി. ടയറിന്റെ ലൈഫ് എങ്ങനെയുണ്ട്?
ടയറിൻ്റെ ലൈഫ് ഞാൻ ഇതുവരെ ഓടിച്ച വാഹനങ്ങൾ അങ്ങനെ 35,000 അല്ലെങ്കിൽ 40,000 കിലോമീറ്ററാണ് എനിക്ക് മൈലേജ് ടയറുകളിൽ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ വാഹനത്തിൽ ഞാൻ 1,00,000 കിലോമീറ്റർ ഓടിയതിന് ശേഷം മാത്രമാണ് ഫ്രണ്ടിലത്തെ 2 ടയർ മാറിയത്. പുറകിലത്തെ ബാക്ക് 2 ടയർ മാറുന്നതിന് 1,12,000 കിലോമീറ്റർ ഓടുമ്പോഴത്തേക്കാണ് മാറുന്നത്. ഇത് രണ്ടും മാറുന്നത് ലോങ് ട്രിപ്പ് വന്നതിൻ്റെ പേരിലാണ് അപ്പോഴും മാറുന്നത്. ഇല്ല എങ്കിൽ വീണ്ടും ഒരു 10,000 കിലോമീറ്ററുടെ ഓടിയതിന് ശേഷം മാത്രമേ ഞാനത് മാറത്തുള്ളായിരുന്നു. ശരിക്കും EVയുടെ വാഹനങ്ങൾക്ക് ടയർ 1,25,000 വരെ കിട്ടുന്നുണ്ട് എന്നാണ് എൻ്റെ അറിവ്. എനിക്ക് 1,12,000 വരെയാണ് കിട്ടിയിട്ടുള്ളത്. അതൊരു നല്ല മികച്ച ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ടയർ ഒരേ ബ്രാൻഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്? ഞാൻ കമ്പനി അന്ന് വണ്ടി ഇറങ്ങുന്ന സമയത്ത് തന്നത് MRFന്റെ വണ്ടർ എന്ന് പറയുന്ന ടയറാണ്. അത് EV സ്പെഷ്യൽ എന്നാണ് അവർ ആ ടയറിനെ പറ്റി പറയുന്നത്. പക്ഷേ ഞാൻ രണ്ടാമത് എടുത്ത ടയർ എനിക്ക് ബ്രിഡ്ജസ്റ്റോണിൻ്റെ ടയറിനോടാണ് ഏറ്റവും കൂടുതൽ താല്പര്യം. അതുപോലെ ഈ എല്ലാ EVകളും ഇപ്പോൾ ഈ 1,60,000 കിലോമീറ്റർ ലിമിറ്റ് മാറി ഒരു 3 ലക്ഷം അല്ലാന്നുണ്ടെങ്കിൽ ഒരു 4 ലക്ഷം കിലോമീറ്ററെങ്കിലും വാറണ്ടി കൊടുക്കാമെന്നുണ്ടെങ്കിൽ ഇന്ന് ഇറങ്ങുന്ന പെട്രോൾ ഡീസൽ വാഹനങ്ങളിൽ നേര് പകുതി ഒരു വർഷത്തിനകത്ത് EVയിലേക്ക് മാറുമെന്നുള്ള ഒരു സംശയമില്ല. കാരണം ഇപ്പം ഞാൻ ചിന്തിക്കുന്നത് സാധാരണ 1,60,000 എന്ന് പറയുമ്പോൾ നമുക്ക് അത്രയും കിടക്കയില്ലേ, 8 വർഷമാണ് ഒരു വാറണ്ടി. അതുകൊണ്ട് നമുക്ക് 8 വർഷം 10 വർഷം ഓടാമെന്നാണ്. പക്ഷേ ഞാനിപ്പോൾ ചിന്തിക്കുന്നത് ഈ 160 ശേഷം ഈ വാഹനം എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ്. കാരണം വാറണ്ടി കട്ടാവുന്നു. വാറണ്ടി കട്ടായതിന് ശേഷം ഈ വാഹനം എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത്. ഇപ്പം 160 ബാറ്ററിയുടെ വാറണ്ടി പീരീഡ് കഴിയുക. അപ്പം ആ ഒരു ടൈം കഴിയുമ്പോഴത്തേക്കുള്ള ഇതിനെക്കുറിച്ച് എന്താ ഇത്? ടാറ്റയ്ക്ക് തന്നെ ഇതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് ഞാൻ അറിഞ്ഞിടത്തോളം, അപ്പോൾ ടാറ്റയുടെ ഔദ്യോഗികമായിട്ട് അറിഞ്ഞതല്ല, എന്നാലും ഞാൻ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് ഇപ്പോൾ 160 വരെ നമുക്ക് ബാറ്ററിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവർ മാറിത്തരും, ബാറ്ററി പുതിയത് വെച്ച് തരും. പിന്നെ രണ്ടാമത് 160 കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ബാറ്ററിയിൽ നമുക്ക് ഏകദേശം ഒരു 700ഓളം സെല്ലുകൾ വരും. ഇതിൽ ഏതൊക്കെ സെല്ലിനാണോ കംപ്ലയിൻറ്റ് വരുന്നത് ആ സെല്ലുകൾ അവർ മാറിത്തരും. അത് ബാറ്ററി ഇവിടുന്ന് അവർ നമ്മുടെ നിന്ന് വാഹനത്തിൽ നിന്ന് ഇറക്കി അത് പൂനെയിൽ അയച്ച് പൂനെയിലാണ് അത് സെറ്റ് ചെയ്യണത്. അതിന് കേരളത്തിന് അതിനുള്ള സെറ്റപ്പ് ഒന്നും ഇല്ലേ? അത് വന്നിട്ടില്ല. ബാംഗ്ലൂർ ഉണ്ടെന്ന് പറയുന്നു, പക്ഷേ അത് അത്ര സക്സസ് ആയിട്ട് അവർ പറയുന്നില്ല. പൂനെയിൽ അവരുടെ നമ്മുടെ EV മാനുഫാക്ചറിങ് യൂണിറ്റിൽ ഇത് അവർ ചെയ്തു തരും. ചെയ്യുന്നതിന് 75,000 രൂപയാണ് അവർ ചാർജ് പറയുന്നത്. സെല്ല് റീപ്ലേസ് ചെയ്യുന്നത്. പക്ഷേ അതിപ്പോൾ സെല്ലിൻ്റെ ഇത് നമ്പർ ഓഫ് സെല്ലുകളുണ്ടല്ലോ. ഇപ്പോൾ കുറച്ച് സെല്ലുകൾ പോയിട്ടുള്ളെങ്കിലും കൂടുതൽ സെല്ലുകൾ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലും അതിനെ ഡിപ്പെൻഡ് ചെയ്തല്ലേ റേറ്റിന് വ്യത്യാസം വരുന്നത്? എന്നാലും അവർ പറയുന്ന ബേസിക് ചിലവാണ് 75,000 പ്ലസ് പിന്നെ ഇതിൻ്റെ ഓരോ സിലിണ്ടറിൻ്റെയും ചാർജ്. 75,000 ട്രാൻസ്പോർട്ടേഷൻ മാത്രം 75,000. ബാക്കി അത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോ സെല്ലിനും അവർ ഇത്ര രൂപ ഫീസ് നിശ്ചയിക്കും. ഇതുവരെ നിശ്ചയിച്ചിട്ടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ റീപ്ലേസും കഴിഞ്ഞ് ആരും പോയിട്ടില്ല. പിന്നെ അത് അവർ പറയുന്ന റേറ്റ് ഓരോ സിലിണ്ടറിനും നമ്മൾ അടയ്ക്കണം. അപ്പം ഇത് എത്ര ദിവസത്തെ പ്രോസസ്സ് ആയിരിക്കും? ഇത് 20 ദിവസമാണ് അവർ ഏറ്റവും കുറഞ്ഞത് പറയുന്നത്. 20 ദിവസം. നമ്മൾ പൂനെയിൽ കൊണ്ട് കൊടുക്കുകയാണെങ്കിലോ? ഇല്ല, കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. അവർക്ക് ചിലവ്, കാരണം അവർക്ക് 75,000 രൂപ. ഇപ്പോൾ നമ്മളിപ്പോൾ മുംബൈയിൽ ഫ്ലൈറ്റിൽ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടി പോയാൽ 10,000 രൂപ ആവുള്ളൂ. ഒരു വാഹനത്തിൽ നമ്മൾ പോകണം. ഇപ്പോൾ EVയിൽ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് 10,000 രൂപ ആവുള്ളൂ. അപ്പോൾ അവർക്ക് ഇതിൽ നിന്നാണല്ലോ നേട്ടം. ഔട്ട്സൈഡിൽ ഇത് ചെയ്യാനായിട്ടുള്ള ഇതുവരെ സംവിധാനം വന്നിട്ടില്ല. ബാംഗ്ലൂർ എത്തിയെന്ന് പറയുന്നു, പക്ഷേ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. പിന്നെ 1,60,000 കഴിഞ്ഞാൽ നമുക്ക് ബാറ്ററി മാറാനാണ് താല്പര്യമെന്നുണ്ടെങ്കിൽ 6,50,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ പുതിയ ബാറ്ററി അവർ ഫിറ്റ് ചെയ്ത് തരും. അത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും 1,60,000 കിലോമീറ്റർ വരെ നമുക്ക് വീണ്ടും വാറണ്ടി ഓടാം. അങ്ങനെ ഒരു ഓപ്ഷൻ തന്നിട്ടുണ്ട്. പക്ഷേ അതിൽ അങ്ങനെ ഒരു ഓപ്ഷൻ നല്ലതാണ്. പക്ഷേ ഈ 6,50,000 രൂപ എന്ന് പറയുന്നത് ഇത്തിരി കൂടിയ റേറ്റാണെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതൊന്ന് റെഡ്യൂസ് ചെയ്ത് ഒരു 3 ലക്ഷം രൂപയിൽ കൊണ്ടുവന്നാൽ നമുക്ക് എല്ലാവർക്കും ബാറ്ററി മാറി വയ്ക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാം. ഒരു കുഴപ്പമില്ല. 3 ലക്ഷം രൂപയും കൂടുതലാണ്. കാരണം നമ്മളൊരു പെട്രോളോ ഡീസലോ വണ്ടി എഞ്ചിൻ പണിയായി കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം 75,000 രൂപ ചിലവാക്കേണ്ടതുള്ളൂ. വീണ്ടും 2 ലക്ഷം കിലോമീറ്റർ നമുക്ക് ഓടാൻ പറ്റും. അപ്പോൾ അത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 3 ലക്ഷം രൂപയും കൂടുതലാണ്. എന്നിരുന്നാലും 6.5 ലക്ഷം രൂപ അപേക്ഷിച്ച്
വളരെ കൂടുതലാണ്. അത് 3 ലക്ഷം രൂപയിലെങ്കിലും എത്തിച്ചു കഴിഞ്ഞാൽ നന്നായി. ഇവർ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന ഇവർ പറഞ്ഞതല്ല, പൊതുവെ ഉള്ളൊരു ടോക്ക് ഉണ്ടായിരുന്നത് വണ്ടികളുടെ എണ്ണം കൂടുമ്പോഴത്തേക്ക് ബാറ്ററിയുടെ വിലയിൽ ഗണ്യമായ റേറ്റ് കുറവ് അതുണ്ടാവും, സ്വാഭാവികമായിട്ട് സംഭവിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ ആദ്യകാലങ്ങളിൽ നമ്മളെ ചാർജിങ് സ്റ്റേഷൻ എന്ന് പറയുന്നത് 28 രൂപയ്ക്ക് സിയോൺ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പ്രൈവറ്റായിട്ട്. ഇപ്പോൾ ഒരുപാട് ചാർജ് സ്റ്റേഷനുകളൊക്കെ വന്നു. ഉദാഹരണം നമ്മുടെ അസോസിയേഷൻ ഇവോക്ക് തന്നെ സ്ഥാപിച്ചു. അപ്പം നമ്മൾ തന്നെ 15 രൂപയ്ക്ക് കൊടുക്കുകയാണ്. അപ്പം നിലവിലുണ്ടായിരുന്ന ഒരു കമ്പനി ഗോയിസി അവർ 12 രൂപയിലേക്ക് വന്നു. എന്നാൽ സംസ്ഥാന സർക്കാർ മറ്റേ കർണാടക, മഹാരാഷ്ട്ര, ഡൽഹി, UP തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നമുക്ക് ചാർജിങ്ങിന് 8 രൂപയുള്ളൂ യൂണിറ്റിന്. അപ്പം അത് കുറഞ്ഞ് വന്നതുപോലെ ഈ ബാറ്ററിയുടെ നിർമ്മാണം, അതിൻ്റെ സാങ്കേതിക വിദ്യ അതൊക്കെ പ്രൈവറ്റ് മേഖലകളിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിന് ടക്കന വില കുറയാൻ സാധ്യതയുണ്ട്. പക്ഷേ അതിനൊക്കെ ഒരു 5 വർഷമെങ്കിലും ഏറ്റവും കുറഞ്ഞത് വേണ്ടി വരും. ഒരു വണ്ടിയുടെ ഒരു ഓവറോൾ ഫീഡ്ബാക്ക് ചോദിക്കുകയാണെങ്കിൽ നല്ല സുഖകരമായ യാത്രയ്ക്ക്, ലക്ഷറി ആയിട്ടുള്ള ഒരു യാത്രയ്ക്ക്, ചിലവ് കുറഞ്ഞ ഒരു യാത്രയ്ക്ക് ഏറ്റവും നല്ല വാഹനം EV ആണ്. അത് നെക്സോൺ EV ആണ്. ടാറ്റയുടെ ഈ വാഹനത്തിനെ സംബന്ധിച്ച് 1,60,000 കിലോമീറ്റർ ഓടുന്നവരെ നമുക്ക് യാതൊരുവിധ ടെൻഷനും വേണ്ട. ബാറ്ററിക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അവർ മാറ്റിത്തരും. ഒരു 20 ദിവസം നമുക്ക് അതിന് വേണ്ടിയിട്ട് മെനക്കെടേണ്ടി വരും. കാരണം വെച്ചാൽ 20 ദിവസം വണ്ടിയോടെ ഇടണമെന്നില്ല. നമ്മൾ പിന്നെ ബാറ്ററി അവർ വരുന്ന സമയത്ത് അവർ അറിയിക്കും. നമ്മളപ്പോൾ ചെന്ന് 2 ദിവസം കൊണ്ട് മാറിയെടുക്കാമെന്നുള്ളതേ ഉള്ളൂ. വണ്ടി കംഫർട്ടബിളാണ്, നമുക്കെല്ലാവർക്കും സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റിയതാണ്. ടയറിൻ്റെ മൈലേജ് ആയാലും വാഹനത്തിൻ്റെ മൈലേജ് ആയാലും നമ്മുടെ പോക്കറ്റിൽ നിന്ന് ഇറങ്ങുന്ന കാശിൻ്റെ കാര്യത്തിലൊക്കെ നമ്മൾ വളരെ ഹാപ്പിയാണ്. പക്ഷേ ഈ 160 കഴിഞ്ഞ് ബാറ്ററിക്ക് വല്ലതും സംഭവിച്ചാലുള്ള കാര്യങ്ങൾ നമുക്ക് വിഷമിപ്പിക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കാര്യത്തിലുള്ളൊരു അതിൻ്റെ മാത്രമേ നമുക്കൊരു ചേട്ടാ. അതുപോലെ തന്നെ വേറെ കാര്യം കൊണ്ട് ചോദിക്കട്ടെ, ചേട്ടന് ഒരു യൂട്യൂബ് ചാനലുണ്ടല്ലോ? ഉണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഞാൻ കാണാറുണ്ട്. അതിൻ്റെ കൂടെ ചാനലിൻ്റെ അത് BVOC എന്നാണ്, ഭാരത് ഇലക്ട്രിക് വെഹിക്കിൾ ഓണേഴ്സ് കേന്ദ്ര എന്നാണ്. അപ്പോൾ ആ ചാനലിൽ നമ്മൾ യാത്ര ചെയ്തിട്ടുള്ള സ്ഥലങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഡൽഹി, അതുപോലെ തന്നെ ആഗ്ര, പിന്നെ നാഗ്പൂർ, ഹൈദരാബാദ്, ബാംഗ്ലൂർ, ചെന്നൈ, ഗോവ, പിന്നെ നമ്മുടെ വേളാങ്കണ്ണി അടുത്ത് വരാൻ പോകുന്നുണ്ട്, പിന്നെ നമ്മുടെ മൂകാംബിക വരുന്നുണ്ട്. ഈ തുടങ്ങിയ സ്ഥലങ്ങളിൽ യാത്ര ചെയ്ത് പരിചയമുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഞാൻ ആ ചാനലിൽ തന്നെ ഈ വിശദ വിവരങ്ങൾ, നിങ്ങൾക്ക് ഗോവയ്ക്ക് പോകണമെങ്കിലും ഡൽഹിക്ക് പോകണമെങ്കിലും ആഗ്രയ്ക്ക് പോകണമെന്നുണ്ടെങ്കിൽ എവിടെയൊക്കെ ചാർജ് ചെയ്യാം, ഏതൊക്കെ ചാർജ് സ്റ്റേഷൻ, ഏതൊക്കെ കമ്പനി, എത്ര കിലോമീറ്റർ ഇടവിട്ട് ചാർജ് സ്റ്റേഷനുണ്ട് തുടങ്ങിയ ഡീറ്റെയിൽസുകളെല്ലാം ആ ചാനലിൽ വിവരിക്കുന്നുണ്ട്. അപ്പോൾ യാത്ര പുറപ്പെടാൻ പോകുന്നവർ ഈ ചാനൽ കണ്ട് ചാർജ് സ്റ്റേഷനുകൾ ഏതൊക്കെയാണെന്നുള്ളത് കൺഫേം ചെയ്ത് മനസ്സിലാക്കി യാത്ര ചെയ്താൽ യാത്രയ്ക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാൻ സാധിക്കും. ചാനലിൻ്റെ പേര് BVOC. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്നും കൂടെ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. താങ്ക് യു. ചേട്ടാ, ഇതിൻ്റെ റീജനറേഷൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഇപ്പോൾ റീജനറേഷൻ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ അതിന് പ്രധാനമായിട്ട് ഒരു ഉദാഹരണം പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഊട്ടിക്ക് പോവുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ. അപ്പം നമ്മൾ ഊട്ടിക്ക് പോകുമ്പോഴത്തേക്ക് നമ്മൾ ഏറ്റവും ലാസ്റ്റ് ചാർജ് സ്റ്റേഷൻ എന്ന് പറയുന്നത് മേട്ടുപ്പാളയത്ത് നമ്മൾ ചാർജ് ചെയ്യണം. മേട്ടുപ്പാളയത്ത് നമ്മൾ ഫുൾ ചാർജ് ചെയ്തിട്ട് നമുക്ക് ഫുൾ ചാർജ് ചെയ്താലേ കയറാൻ പറ്റും. അപ്പോൾ നമ്മൾ മുകളിലത്തെ 65 കിലോമീറ്റർ ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഈ 65 കിലോമീറ്റർ നമ്മൾ ഓടി ഊട്ടിയിലെത്തി കഴിഞ്ഞാൽ നമ്മുടെ ചാർജ് കംപ്ലീറ്റ് തീർന്നു. അതായത് ഒരു ഫുൾ ചാർജിൽ 200 കിലോമീറ്റർ ഓടേണ്ടടുത്ത് വെറും 65 കിലോമീറ്റർ മാത്രമേ ഓടത്തുള്ളൂ. അതായത് നമ്മൾ ഹൈ റേഞ്ച് കയറുമ്പോൾ നമുക്ക് 1% സാധാരണഗതിയിൽ 2 കിലോമീറ്റർ കിട്ടുന്നത് ഹൈ റേഞ്ചിൽ 1 കിലോമീറ്ററും 1/2 കിലോമീറ്ററായി കുറയും. ഹൈ റേഞ്ചിൻ്റെ കയറ്റം അനുസരിച്ച്, അതായത് ബാറ്ററിയുടെ പവർ കൂടുതലെടുക്കും വണ്ടി യാത്രയ്ക്ക്. അപ്പോൾ അങ്ങനെ നമ്മൾ ഊട്ടിയിൽ കയറിയതിന് ശേഷം നമ്മൾ തിരിച്ച് ഇറങ്ങുന്നെന്ന് വിചാരിക്കുക. അപ്പോൾ തിരിച്ചിറങ്ങുമ്പോൾ നമ്മൾ ഊട്ടിയിൽ നിന്ന് 50% ചാർജിൽ വേണം തിരികെ ഇറങ്ങാൻ. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിക്ക് റീജനറേഷൻ ഉണ്ട്. ഈ റീജനറേഷൻ കിട്ടുന്നത് ആക്സിലേറ്റർ കൊടുക്കാതെ വണ്ടി ഓടുന്ന സമയങ്ങളിലെല്ലാം റീജനറേഷൻ തിരിച്ച്, അതായത് കറണ്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ചിലവായതുപോലെ തിരിച്ചിങ്ങോട്ടും കിട്ടുന്ന ഒരു പ്രക്രിയ അത് ഈ വണ്ടിയിൽ ഇലക്ട്രിക് എല്ലാ EVകളിലും ഉണ്ട്. അപ്പോൾ നമ്മൾ 50% നമ്മൾ ഊട്ടിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ മേട്ടുപ്പാളയത്ത് എത്തുമ്പോൾ വാഹനത്തിൽ 100% ചാർജ് ഉണ്ടാകും. 100%-ഓളം വരില്ല, 95% വരെ നമുക്ക് ചാർജ് തിരികെ ലഭിക്കും. അതാണ് റീജൻ സിസ്റ്റം. ഇപ്പോൾ ഊട്ടി, കൊടൈക്കനാൽ, മൂന്നാർ തുടങ്ങിയ ഹൈ റേഞ്ചുകളിൽ പോകുമ്പോൾ ഹൈ റേഞ്ചിൽ കയറിയതിന് ശേഷം ഫുൾ ചാർജ് ചെയ്ത് ആരും തന്നെ താഴേക്ക് ഇറങ്ങേണ്ടതില്ല.
പകുതി ചാർജിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ താഴെ എത്തുമ്പോൾ വാഹനം ഫുൾ ചാർജിലാവും. അതുകൂടാതെ തന്നെ നമ്മൾ ഫുൾ ചാർജിലാണ് വാഹനത്തിൽ നമ്മൾ താഴേക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് റീജൻ ഇല്ലാത്തതുകൊണ്ട് വണ്ടി ഫുൾ പവറിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അത് കാരണം നമുക്ക് ചെറിയ ഒരു സ്ലോ ചെയ്യേണ്ടി വരുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ബ്രേക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ബ്രേക്ക് പാഡ് തേയും. അതുപോലെ നല്ല രീതിയിൽ നമുക്ക് ബ്രേക്ക് ചെയ്താൽ മാത്രമേ വണ്ടി നിൽക്കത്തുള്ളൂ. പക്ഷേ അതേപക്ഷം നമ്മൾ സാധാരണഗതിയിൽ റീജൻ ലഭിക്കുന്ന ടൈമുകളിൽ നമുക്ക് ബ്രേക്കിങ്ങിൻ്റെ ജോലി 50% കുറവാണ്. അങ്ങനെ ഒരു പ്ലസ് പോയിന്റ് ഈ വാഹനത്തിനുണ്ട്. അത് കാണിക്കാമല്ലോ. ഇതിപ്പോൾ റീജൻ എത്ര? 3. റീജൻ ലെവൽ 1-ലാണ് നിൽക്കുന്നത്. 1 ഇത് നോർമലാണ്. നമ്മൾ റീജൻ 2-ലോട്ട് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി മോട്ടറും റീജനുമായിട്ടൊരു പിടുത്തം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ റീജൻ 3 മെയിനായിട്ട് സിറ്റി യൂസിന് റീജൻ 3 ബെറ്റർ. അപ്പോൾ ഇത് നമ്മളിങ്ങനെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ വണ്ടി ഇത് അവിടെ നിർത്തണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആക്സിലേറ്ററിൽ കാലെടുത്താൽ മതി. നമ്മൾ ബ്രേക്ക് ചവിട്ടുന്നവരെ വണ്ടി സ്ലോ ആയി വരുന്നുണ്ട്. നമ്മൾ ബ്രേക്ക് ചെയ്തിട്ടില്ല, വണ്ടി സ്ലോ ആയി. ഇവിടെ നിർത്തണം ആക്ച്വലി ജസ്റ്റ് ഒന്ന് പോകുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ ബ്രേക്ക് അധികം യൂസ് ചെയ്യേണ്ടി വരുന്നില്ല. അപ്പം ചേട്ടാ എന്ത് ദിവസം എൻ്റെ ചാനൽ വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തതിലും എല്ലാത്തിനും വളരെയധികം നന്ദി. ചേട്ടൻ്റെ ചാനലിൻ്റെ ഇത് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലെല്ലാം കൊടുത്തേക്കാം. കാരണം അതിൻ്റെ അകത്തും കുറേ ഇൻഫർമേഷൻ ഉണ്ട്. പ്രത്യേകിച്ച് EV യാത്ര ചെയ്യുന്നവർക്കും EV എടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്കും വേണ്ട ഒരു പാക്കേജ് ഫുൾ അതിൻ്റെ അകത്ത് തന്നെയുണ്ട്. അപ്പം എനിവേ താങ്ക് യു. താങ്കളുടെ ചാനലിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ഒപ്പം താങ്കൾക്കും ഇനിയും ഇത്തരത്തിലുള്ള വീഡിയോ ആയിട്ട് വരിക. തീർച്ചയായും എല്ലാവിധ പ്രോത്സാഹനങ്ങളും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകും.